എല്ലാ കൂട്ടുകാർക്കും റെഡ് റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെറിയൊരു കൗതുക വീഡിയോ ആണേ. ഇത് ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി വന്ന ഒരു ആമക്കുട്ടനാണിത്. രാവിലെ എൻ്റെ മോളാണ് ഇതിനെ കാണുന്നത്. അവൾ കുറച്ച് നേരം നോക്കി നിന്നപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ആമക്കുട്ടനാണെന്ന്. ഈ വർഷം ഞങ്ങളുടെ വീട്ടിലോട്ട് 3 ആമകളാണ് കയറി വന്നത്. ഇതിൽ 2 പേരുടെ വീഡിയോ ഞാൻ പിടിച്ചു വെച്ചു, ഒരാളുടെ വീഡിയോ ഞാൻ പിടിച്ചില്ല കേട്ടോ. വേറൊന്നുമല്ല, അതിരാവിലെ 4 മണിക്ക് അത് കയറി വന്നത്. ഇത് ഈ ആദ്യത്തെ ആൾ വന്നത് രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. രണ്ടാമത്തെ ആളൊരു രാത്രി 11 മണിയായപ്പോഴാണ് കയറി വന്നത്. മൂന്നാമത്തെ ആൾ വെളുപ്പാൻ കാലത്ത് 4 മണിക്ക്. അപ്പം ഉറക്കച്ചടവിൽ ഞാൻ മൊബൈൽ എടുക്കാനും വീഡിയോ പിടിക്കാനും ഒന്നും നിന്നില്ല. ആദ്യത്തെ ആൾ വന്നപ്പോൾ ഞാനൊരു ബേസിനൊക്കെ എടുത്ത് വെച്ചിട്ട് ആഹാരം എന്താ കൊടുക്കണേന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചോറിട്ട് കൊടുത്തു. കഴിച്ചൊന്നുമില്ല കേട്ടോ. പിന്നീട് അതിനെ കൊണ്ടുവന്നിട്ട് ഈ നമ്മുടെ പപ്പിക്കുട്ടന്മാർ എന്താ അവരുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് കൊടുത്തു. പക്ഷേ അവർക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. 2 പേരും മാറി മാറി മണത്തൊക്കെ നോക്കി ഇതെന്താ സാധനം, ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതെന്താ സാധനം എന്നറിയാൻ വേണ്ടി അവർ 2 പേരും മാറി മാറി നോക്കുന്നുണ്ട്, മുരങ്ങുന്നുണ്ട്, കുരയ്ക്കുന്നുണ്ട്. പിന്നെ എൻ്റെ 2 മക്കൾക്ക് ഭയങ്കര സന്തോഷമായി. മോളാണെങ്കിൽ അതിനെ പിടിച്ച് കളിക്കുകയും അതിനെ എടുക്കുകയും കയ്യിലെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ആമക്കുട്ടനെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ സൈഡ് ഭാഗത്തുനിന്ന് കൈ ഇങ്ങനെ വെളിയിടുന്നുണ്ട്. അതിൻ്റെ കയ്യിൽ ചെറിയ നഖമാണെങ്കിലും നല്ല മൂർച്ചയുള്ളതാണ് കേട്ടോ. ഞാനൊന്ന് എടുത്തപ്പോൾ അതങ്ങനെ പെട്ടെന്നൊന്ന് ഒരു മാന്തൽ തന്നു. അങ്ങനെ ഉപദ്രവിക്കും എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ കയ്യിൽ അത് ഉപദ്രവിക്കാനായിരിക്കില്ല, ചിലപ്പം പേടിപ്പിക്കുന്നതായിരിക്കും. നമ്മളൊന്ന് വിരട്ടാൻ വേണ്ടി ആ 2 കൈയും പുറത്തോട്ട് പെട്ടെന്ന് ഇടുന്നുണ്ടായിരുന്നു. അപ്പോഴത് എൻ്റെ കയ്യിൽ കയറി എൻ്റെ നഖം കൊണ്ടു കേട്ടോ. പിന്നെ ഇത് നോക്കിക്കാൻ നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞ് ആമക്കുട്ടനാണ്. 2 പേര് വന്നത് 2 പേര് അത്യാവശ്യം ഇതേ സൈസ് തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ മൂന്നാമത്തെ ആൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് നല്ല വലുതായിരുന്നു, അത്യാവശ്യം നല്ല വലുതായിരുന്നു. ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരം വീട്ടിൽ വെച്ചിട്ട് നേരെ ഇവിടുന്ന് ആവാം കയറി വന്നത്. ഞാൻ ആമക്കുട്ടനെ ഇതിൻ്റെ കരയിലോട്ട് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പം വെള്ളത്തിലോട്ട് ഇറങ്ങി പൊക്കോളുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വെച്ച് കൊടുത്തു. കുറേ നേരമൊക്കെ ഞാൻ ഇറങ്ങിപ്പോകുന്നതൊന്ന് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് മൊബൈലും വെച്ചുകൊണ്ടൊക്കെ നിന്നു. എവിടെ അവൻ ഇറങ്ങി പോകുന്നുമില്ല. ലാസ്റ്റ് ഞാൻ അതിനെ തള്ളി ചാടിച്ചിട്ടു. അല്ലാതെ പിന്നെ ചെയ്യാനാണ്. രണ്ടാമത്തെ ആൾ വന്നത് ഒരു 11 മണി സമയത്താണെന്ന് പറഞ്ഞായിരിക്കാം. അത് എങ്ങനെയാണ് അറിഞ്ഞതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഞങ്ങളുടെ പപ്പിക്കുട്ടന്മാർ ഭയങ്കരമായിട്ട് ഒച്ചയിടും. എന്ത് സാധനം വന്നാലും അറിയും. ഇപ്പം ഒരു തവള വന്നാലോ പൂച്ച വന്നാലോ. അപ്പോഴാണ് ഇവർ 2 പേര് കയറി വന്നത്. അപ്പം ഈ ഞങ്ങളുടെ വെളിയിലത്തെ ഗേറ്റിൽ ഇങ്ങനെ മാന്തുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ നഖത്തിനൊക്കെ നല്ല മൂർച്ചയാണ്. അപ്പോൾ ഇത് സൗണ്ട് കേട്ടിട്ട് ഈ പപ്പിക്കുട്ടന്മാർ ഭയങ്കര ഒച്ചയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങി നോക്കുന്നത്. അങ്ങനെ നോക്കിയപ്പോഴതേ രണ്ടാമത്തെ ആളാണ് ഇത്. രണ്ടാമത്തെ ആൾ അത്യാവശ്യം നല്ല ആക്റ്റീവായിരുന്നു. അവനെ വെളിയിലൊക്കെ വിട്ടപ്പം ഓടിച്ചാടി നടക്കുന്നുണ്ട്. ഈ വർഷം 3 ആമക്കുട്ടന്മാർ മാത്രമല്ല, മറ്റൊരു അതിഥിയും കൂടെ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അത് ഈ ചെരുപ്പിൻ്റെ അടിയിലായിരിക്കുന്നത്. രാത്രി പിടിച്ച വീഡിയോ ആയതുകൊണ്ട് ക്ലാരിറ്റി കുറവാണ്, ക്ഷമിക്കുക. നോക്കിക്കേ, ഇതൊരു നീർക്കോലിയുടെ കുഞ്ഞാട്ടോ. അതിനെ ഞങ്ങൾ അടിച്ചു കൊല്ലാനൊന്നും നിന്നില്ല. ബൈക്കിൻ്റെ സൈഡിൽ നിന്ന് എങ്ങനെയെങ്കിലും തട്ടി വെളിയിലോട്ട് കളയാനാണ് ശ്രമിച്ചത്. അവന് ഒരു കണക്കിൽ അത് പോകാനൊന്നും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല, അവിടെ തന്നെ കിടക്കുകയായിരുന്നു. അതിനെ ഞാനും ചേട്ടനും കൂടി തട്ടി മുറ്റത്തോട്ട് ഇറക്കിയിട്ടുണ്ട്. ഇറക്കിയപ്പോൾ ഉണ്ട് അടുത്ത വണ്ടിയുടെ ഇടയിലോട്ട് കയറി കേട്ടോ. അങ്ങനെ ഒരു കണക്കിന് അവനെ പറഞ്ഞ് വിട്ടു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോവുമായി ഞാൻ വീണ്ടും എത്തും. അതുവരെ ടാറ്റാ.